ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ഓക്കെ, സോ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്താണെന്നുള്ള അതിൻ്റെ അസംബ്ലി ഡ്രോയിങ് നിന്ന് സെക്ഷണൽ ഡ്രോയിങ് എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ്. ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ഈസ് എ പിവോട്ട് ബിയറിംഗ് ആൻഡ് ഈസ് ഷോൺ ഫിഗർ C3. അതായത് ഫിഗർ C3 കാണിച്ചിട്ടുണ്ട്. ദിസ് ബിയറിംഗ് കൺസിസ്റ്റ് ഓഫ്, അതായത് ഒരു പിവോട്ട് ബിയറിംഗ് ആണ് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ. അത് കൺസിസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഭാഗമാണ്, അതായത് ബ്ലോക്ക് ആൻഡ് ബുഷ്. എ ഗൺ മെറ്റൽ ബുഷ് ഹാവിങ് എ കോളർ അറ്റ് ദി ടോപ്പ് ഈസ് ഇൻസ്റ്റഡ് ഇൻസൈഡ് ദ ഹോളോ പോർഷൻ ഓഫ് ദ ബ്ലോക്ക്. ബ്ലോക്കിൻ്റെ ഉള്ളൊരു കൊള്ളറ്റ് ഉണ്ടായിരിക്കും. ദെൻ ദി റൊട്ടേഷൻ ഓഫ് ദി ബുഷ് മേ ബി പ്രിവെൻറ്റഡ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് വേസ്. അതിൻ്റെ ബുഷിൻ്റെ റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യണത് താഴെ പറയുന്ന മെത്തേഡാണ്. എങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രൊവൈഡിങ് എ സ്നഗ് ദ നെക്ക് ജസ്റ്റ് ബിലോ ദ കോളർ. അതിൻ്റെ അടിയിലൊരു സ്നഗ് കൊടുക്കുക. ബൈ സ്ക്രൂയിങ് എ ലോക്കിംഗ് പ്ലേറ്റ് ടു ദ ബോഡി എഗെയിൻസ്റ്റ് ദ ഫ്ലാറ്റ് ഫേസ് ഫോംഡ് ഓൺ ദ സൈഡ് ഓഫ് ദി ബുഷ് ബൈ പ്രൊവൈഡിങ് എ സ്നഗ് അറ്റ് ദ ബോട്ടം. ഈ രീതിയിലാണ് ബോട്ടത്തിൽ സ്നഗ് കൊടുക്കുക, അല്ലെങ്കിൽ നെക്കിൻ്റെ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ലോക്ക് പ്ലേറ്റ് ഹോൾഡ് ചെയ്യുക. ആ രീതിയിലാണ് അതിൻ്റെ റൊട്ടേഷൻ എന്ത് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യണത്. The corner of the bush is hollow to serve as an oil cup for the lubrication of the bearing. The bush and the block are recessed for getting a better sealing. See this recess shown in figure. The vertical shaft rests on the concave disc or pad. Inspected how the rotation of the disc is prevented here. As before, bolt holes made on the sole are longer for adjusting the position of the bearing. The recessed sole of the block reduces machining cost and ensures better steering. The main body of the bearing is made of cast iron. The main body മേക്ക് ചെയ്തിട്ടുള്ളത് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ്. വൈൽ ദ ബുഷ് ഈസ് മെയ്ഡ് ഓഫ് ഗൺ മെറ്റൽ. ഗൺ മെറ്റൽ വെച്ചിട്ടാണ് ബുഷ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഗൺ മെറ്റൽ, മറ്റേതിന് ബോഡിക്ക് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ കാസ്റ്റ് ആണ്. ദിസ് ടൈപ്പ് ഓഫ് ബിയറിംഗ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് വെർട്ടിക്കൽ ഷാഫ്റ്റ് വിത്ത് ആക്സിയൽ ലോഡ്സ്. ആക്സിയൽ ലോഡ്സിൽ, വെർട്ടിക്കൽ ഷാഫ്റ്റിൽ ആക്സിയൽ ലോഡ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഈ ടൈപ്പ് ബിയറിംഗ്, അതായത് ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ഉപയോഗിക്കുന്നത്. ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ബിയറിംഗ് ഈസ് ദാറ്റ് ദ വോൺ ഔട്ട് ബുഷ് ആൻഡ് ദ ഡിസ്ക് ക്യാൻ ബി ഈസിലി റീപ്ലേസ്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബുഷും അതുപോലെ തന്നെ ഡിസ്കും റീപ്ലേസ് ചെയ്യാൻ പറ്റും വോൺ ഔട്ട് ആയി കഴിഞ്ഞാൽ. ഓക്കെ, ഇത് നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് നോക്കാം, എങ്ങനെയാണത് വരയ്ക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻ ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഡ്രോ ദി ഫോളോയിങ് വ്യൂസ് ഓഫ് ദി ബിയറിംഗ്. അതായത് അസംബ്ലി ഡ്രോയിങ് തന്നിട്ട് അതിൻ്റെ ഫോളോയിങ് വ്യൂസ് വരയ്ക്കണം. അപ്പോൾ ഏതൊക്കെ വ്യൂസ് വരയ്ക്കണം നോക്കാം. റൈറ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ. റൈറ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷനാണ്. അപ്പോൾ റൈറ്റ് ഹാഫ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിവേഷൻ വരയ്ക്കണം. അതിൻ്റെ റൈറ്റ് ഹാഫ് എന്ത് ചെയ്യണം, മെറ്റീരിയലിൻ്റെ ഭാഗം ഹാച്ച് ചെയ്യണം. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എഫ് ആൻഡ് ടോപ്പ് വ്യൂ. പിന്നെ പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഈ രീതിയിൽ രണ്ട് ഡ്രോയിങ്സാണ് നമുക്ക് വരയ്ക്കാറുള്ളത്. ഓക്കെ, ആൾസോ ഷോ എ ബിൽ ഓഫ് മെറ്റീരിയൽ. അത് ഐറ്റം ലിസ്റ്റ് അല്ലെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അതിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതാണ് ഫുഡ് സ്റ്റെപ്പ് ബിയറിങ്ങിൻ്റെ അസംബ്ലി ഡ്രോയിങ്. ഓക്കെ, ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ എലിവേഷൻ, റൈറ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ. ഇതതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, ഇതതിൻ്റെ ഐറ്റം ലിസ്റ്റ് അല്ലെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽ. ഇത് പ്രൊപ്പോർഷൻസ്. ഇനി ഇതിൽ നോക്കാം എന്തൊക്കെ ഭാഗങ്ങളാണ് വരുന്നത്. ഈ 1 എന്നുള്ള ഭാഗമാണ് എന്ത്, ബുഷ്. ഓക്കെ, ബുഷ് വരുന്നത് ഗൺ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ബുഷ്. അതുപോലെ തന്നെ 2 എന്നുള്ള ഭാഗമാണ് പാഡ്. ഓക്കെ, അതും ഗൺ മെറ്റൽ തന്നെയാണ്. പിന്നെ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്നഗ്. ഓക്കെ, സ്റ്റീല്. പിന്നെ 4ാമത്തെ സാധനമാണ് എന്ത്, ബ്ലോക്ക്. ഇത് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ അത് കാസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, ഈ രീതിയിലാണ് അതിൻ്റെ പാർട്സുകൾ വരുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, അതായത് റൈറ്റ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ എങ്ങനെ വരയ്ക്കും നോക്കാം. അപ്പോൾ ആദ്യം നോക്കാം, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ ഇട്ടിട്ടുണ്ട് F എന്നുള്ളത്. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ എത്ര ലെങ്ത്ത് വരും നോക്കണം. ഓക്കെ, ടോട്ടൽ. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള 120. ഓക്കെ, 120. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും എന്തുണ്ട്, ഇവിടെ തന്നുണ്ട്
120 സൈഡിക്കും എന്ത് 120 തന്നെ. അപ്പോൾ രണ്ടും കറക്റ്റ് അതിൻ്റെ സെൻട്രലിൽ നിന്ന് ഈ സൈഡിക്കും വരയ്ക്കുക. 120 240. ഓക്കെ, സെൻട്രൽ ലൈൻ ഇടുക ആദ്യം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കുമ്പോൾ എന്തൊക്കെ കാണും, ഇതേമാതിരി എന്ത് ചെയ്യും, നമുക്ക് ഈ റൗണ്ട് ആയിരിക്കില്ല കാണുക, നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് കട്ടിങ് മാതിരി കാണും. അതായത് ഇതിങ്ങനെ വരച്ച്, ഇത് എത്ര തിക്നെസ് 12. ഓക്കെ, 12 വരച്ച് എൻഡിൽ നിന്ന്, അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഫില്ലറ്റ് ഇട്ട് കൊടുക്കുക, അത് റേഡിയസ്, ഇനി മേലേക്കുള്ള അളവെടുക്കുക. ഓക്കെ, T3 നോക്കുക, 0.37D. ഓക്കെ, ഇതിൽ ഡയമീറ്റർ നമുക്കറിയാം, ഡയമീറ്റർ ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് T3 എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് കിട്ടും, ഇതിലത്തെ ഈ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഹൈറ്റ് നിങ്ങൾക്ക് ഇതിൽ തന്നിട്ടുണ്ട്, അല്ലേ, 75, അതുപോലെ തന്നെ ഈ 18, ഓക്കെ, പിന്നെ ഈ 12. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഓരോ ഹൈറ്റ്, അതായത് ആദ്യം 75 പിന്നെ 18. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും, ഈ ഹൈറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് 75 പിന്നെ ഈ 12. ഓക്കെ, അതാണ് ഈ മേലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 120 വരയ്ക്കുക. പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് ഇത് തുടങ്ങണത് നോക്കുക. ഓക്കെ, എത്ര ലെങ്ത്ത് കഴിഞ്ഞിട്ടാണ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ ഡയമീറ്റർ എത്ര നോക്കുക. ഓക്കെ, ഡയമീറ്റർ നമുക്കറിയാം ഏറ്റവും വലുത് 100 അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 50, ഇങ്ങോട്ട് 50. ഓക്കെ, അപ്പോൾ 50 എടുക്കുക, 100ൻ്റെ ഡയമീറ്റർ 100 ആവുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതെന്ത് ചെയ്യുക, ഇതേമാതിരി വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് സൈഡും വരയ്ക്കുക. രണ്ട് സൈഡും വരച്ചിട്ട് മേലത്തെ ഈ ഒരു കോളാർ വരയ്ക്കണം. അപ്പോൾ കോളാർ വരയ്ക്കുമ്പോൾ T2 തിക്നെസ് നമുക്കറിയാം എത്ര, 12. അപ്പോൾ 12 നമ്മൾ എന്ത് ചെയ്യണം, മേലേക്ക് വരച്ച് എന്ത് ചെയ്യണം, അതിൻ്റെ 80. അപ്പോൾ 40. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് അത് കംപ്ലീറ്റ് ആക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പോർഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു പോർഷനാണിത്. അപ്പോൾ അതെങ്ങനെ വരിക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കറിയാം, ഇവിടെയുള്ള ഈ ക്ലിയറൻസ് പറഞ്ഞാൽ 4. ഓക്കെ, 4 ഇവിടെ തന്നിട്ടുണ്ട്, 4. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് വരയ്ക്കണം. ഓക്കെ, വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് അതിൻ്റെ വിടുത്ത് നമുക്കറിയണം. ഓക്കെ, വിടുത്ത് പറഞ്ഞാൽ 12 എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വരച്ചിട്ട് അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ചെറിയ പോർഷൻ 4 ക്ലിയറൻസ് ഉള്ള ഈ ഭാഗം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് അറിയാം, ഉണ്ടോ, ഇവിടെ വരുന്ന ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷനാണിത്, 6x12. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 6ഉം ഹൈറ്റ് 12. അപ്പോൾ ഈ 6 വരയ്ക്കുക, മേലേക്ക് 12. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കറക്റ്റ് കംപ്ലീറ്റ് ആക്കുക അതിൻ്റെ സെൻറ്ററിൽ നിർത്തിയിട്ട്. ഇത്രയും കാര്യങ്ങൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് റൈറ്റ് സൈഡ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹാച്ച് ചെയ്യണം. അപ്പോഴാണ് റൈറ്റ് ഹാഫ് സെക്ഷൻ ആവുള്ളൂ. ഓക്കെ, മെറ്റീരിയലുള്ള ഭാഗം ഹാച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇതിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസുകൾ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഈ 120 75 അങ്ങനെ മാർക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊപ്പോർഷൻസ് അനുസരിച്ചിട്ട് T2. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പ്രൊപ്പോർഷൻസ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്തൊക്കെയാണ്, ടോപ്പ് വ്യൂ നേരെ ഇതൊരു ശരിക്കും ബ്ലോക്കാണ്. അപ്പോൾ ഒരു റെക്റ്റാങ്കിളായിട്ട് കാണും. അപ്പോൾ എന്ത് ചെയ്യുക, 120 അതുപോലെ തന്നെ 80 ഈ അളവുണ്ടല്ലോ, ഈ അളവ്, ഈ ഹൈറ്റ്, ഇതിൻ്റെ ഈ വീതി ഉണ്ടാവുമല്ലോ, ആ വീതി കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് വരയ്ക്കുക. ഓക്കെ, ഈ ലെങ്ത്ത് നേരെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തായി. ഓക്കെ, ഇത് നേരെ കാണുന്നത് ഈ ഹൈറ്റ് കാണും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ആ അളവ് തന്നെ 120 സൈഡിലേക്ക് വരയ്ക്കുക, മേലേക്ക് 80 ഈ വിടുത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഈ ബോക്സ് വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസ് പറയാം. അതായത് ഈ വട്ടം എന്ത് ചെയ്യണം, നമ്മൾ ടോപ്പ് നോക്കുമ്പോൾ കാണും, അതായത് ഇതിൻ്റെ കോളാറും സംഗതി കാണും. അപ്പോൾ എന്ത് ചെയ്യണം, അത് 100 ഒരു വട്ടം വരയ്ക്കണം, അതുപോലെ തന്നെ 80 വരയ്ക്കണം. ഓക്കെ, പിന്നെ ഉള്ളിൽ നമുക്കറിയാം 6, 60 ഉണ്ട്, 30 ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് 3 എണ്ണത്തിൽ എന്ത് ചെയ്യുക, അത് 4 വൃത്തങ്ങൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, വരച്ചതിന് ശേഷം അത് വരയ്ക്കേണ്ട ആവശ്യമില്ല, നേരെ ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത് പ്രൊജക്റ്റ് ചെയ്തത് കിട്ടും. ഓക്കെ, ഇത് പ്രൊജക്റ്റ് ചെയ്തത് കിട്ടും. ഓക്കെ,
അങ്ങനെ ഓരോന്ന് കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഇത് കിട്ടും. അങ്ങനെ ഓരോന്ന് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഡയമീറ്റർ കിട്ടും സെൻറ്റർ എടുത്തിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഹോൾസ് ഓക്കെ അത് നമ്മൾ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കുക, അതിൻ്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട് 22, 16 ഓക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും അറ്റം റൗണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 22, 16 എടുത്ത് വരച്ചിട്ട് എന്ത് ചെയ്യുക, നടുവിൽ നിന്ന് കറക്റ്റ് എന്ത് ചെയ്യണം, ഈ 2 കർവ് ഇട്ട് കൊടുക്കുക. അത് 4ഉം ഒരേമാതിരി വരയ്ക്കുക, 4 സൈഡിലും ഓക്കെ. 4 സൈഡിലും ഒരേമാതിരി വരയ്ക്കുക. സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്നുള്ള ലെങ്ത്ത് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 30 30 ഓക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യുക, 30ഉം സൈഡിലോട്ട് ഇത് 30ഉം ഇങ്ങോട്ട് 45ഉം അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കുക 4 സൈഡിലും. ഇതിൽ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, മേലെ മാർക്ക് ചെയ്താൽ മതി ഓക്കെ. അതിൽ ഈ ഹോളിൻ്റെ ഒക്കെ മാർക്ക് ചെയ്താൽ മതി ഓക്കെ. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഐറ്റം ലിസ്റ്റും എന്ത് ചെയ്യുക അതിൽ വരയ്ക്കുക ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണിത് വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ. താങ്ക് യു.